എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. അപ്പോൾ നമ്മളിപ്പോൾ ലാബ് അസിസ്റ്റൻറ്റ്, സെയിൽസ്മാൻ എന്നീ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. അഞ്ചാമത്തെ ക്ലാസ്സാണ്. മുന്നേയുള്ള ക്ലാസ്സിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അത് കണ്ടതിന് ശേഷം ഇത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 1857 കലാപസ്ഥലം, അവിടെ ആ കലാപത്തിന് നേതൃത്വം വഹിച്ച വ്യക്തികളാണ് മറു സൈഡിൽ തന്നിരിക്കുന്നത്. ഒന്നാമത്തേൽ ആരൊക്കെയുള്ളത്? സ്ഥലങ്ങൾ തന്നിരിക്കുന്നത് ബറേലി, ബറൗട്ട് പർഗാന, ഫൈസാബാദ്, ബീഹാർ. ഇപ്പുറത്തെ സൈഡിൽ ആരൊക്കെയാ? ഷാമാൾ, ഖാൻ ബഹദൂർ, ബീഗം ഹസ്രത്ത് മഹൽ, മൗലവി അഹമ്മദുള്ള, കൻവർ സിംഗ്. ഒരു കാര്യം ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് കലാപസ്ഥലവും അതുപോലെ നേതാക്കന്മാരും ഒന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ആരാണ്? നാനാ സാഹിബാണ് കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ്. ആരൊക്കെയായിരുന്നു? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡ്. 2 പേരാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്, ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. ഝാൻസി റാണി ലക്ഷ്മിബായി, അല്ലേ? നമുക്ക് എപ്പോഴും അറിയാം ഝാൻസി റാണി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതുപോലെ മീററ്റിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് കദം സിംഗ് ആണ്. മീററ്റിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് കദം സിംഗ്. അലഹാബാദിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ലിയാഖത്ത് അലി. ലിയാഖത്ത് അലിയിലെ എല്ലാ വെച്ച് കണക്ട് ചെയ്യാം. അലഹാബാദിൽ ലിയാഖത്ത് അലി. അതുപോലെ മധുരയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ദേവി സിംഗ് ആണ്. മധുരയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ദേവി സിംഗ്. ഗോളിയോറിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് റാണി ലക്ഷ്മിബായി താന്തിയ തോപ്പി. ആരൊക്കെയായിരുന്നു? റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയുമാണ് ഗോളിയോറിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. കോട്ടയിലെ ജയ്ദയാൽ, കോട്ടയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ജയ്ദയാൽ. ഹരിയാനയിലെ റാവു തുലാറാമാണ് ഹരിയാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. അസാമിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മണിറാം ദത്തയാണ്. അസാമിൽ കലാപത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് മണിറാം ദത്തയാണ്. അസാമിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മണിറാം ദത്ത. കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. അതുപോലെ അസാമിൽ നേതൃത്വം നൽകിയത് മണിറാം ദത്ത. ഡൽഹിയിൽ ആരായിരുന്നു? ജനറൽ ഭക്ത് ഖാനാണ് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. ജനറൽ ഭക്ത് ഖാൻ. ബറൗട്ട് പർഗാനയിൽ ആരാ നേതൃത്വം നൽകിയത്? ഷാമാൾ. ബറൗട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയത് ഷാമാളായിരുന്നു. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ. ഇത്രയും സ്ഥലങ്ങളിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. മറക്കരുത്, ലക്നൗ എപ്പോഴും ചോദിക്കുന്നതാണ് ബീഗം ഹസ്രത്ത് മഹൽ. ജഗദീഷ്പൂർ ബീഹാർ ആര? കൻവർ സിംഗ്. ജഗദീഷ്പൂർ ബീഹാർ ആര? കൻവർ സിംഗ് ആണ് ജഗദീഷ്പൂർ ബീഹാറിലും ആരയിലും നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ബറേലിയിലും റോഹിൽഗഡിലും ഖാൻ ബഹദൂർ ഖാൻ. ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ ആണ് ബറേലിയിലും റോഹിൽഗഡിലും നേതൃത്വം നൽകിയത്. മാൻഡസോർ ഫിറോസ് ഷാ. മാൻഡസോറിലാണെങ്കിൽ ആരാണ്? ഫിറോസ് ഷാ ആണ് മാൻഡസോറിൽ നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ പോകാം. ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ. ബറൗട്ട് പർഗാന ഷാമാൾ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബീഹാർ ആരായിരുന്നു?
കൺവർ സിംഗ്. ബീഹാറിലെ കൺവർ സിംഗ് ആയിരുന്നു നേതൃത്വം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകതകൾ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ആദ്യം മേഘങ്ങൾ എന്ന ടോപ്പിക് ഒന്ന് നോക്കാം, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. നോക്കൂ, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. മേഘങ്ങളെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് ഏതൊക്കെയായിരുന്നു? സിറസ് മേഘങ്ങൾ. ഒന്നാമത്തത് സിറസ് മേഘങ്ങൾ, 2 സ്ട്രാറ്റസ് മേഘങ്ങൾ, 3 കുമുലസ് മേഘങ്ങൾ, 4 നിംബസ് മേഘങ്ങൾ. ഇങ്ങനെ 4 ആയിട്ടാണ് മേഘങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് സിറസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് സിറസ് മേഘങ്ങൾ. നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ അത് സിറസ് മേഘങ്ങളാണ്. ഇത് SCERTയിലുള്ള പോയിന്റ് അതുപോലെ നമ്മൾ ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് SCERT നിങ്ങൾ നോക്കണം. നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത്. നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സ്ട്രാറ്റസ് മേഘങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് സ്ട്രാറ്റസ് മേഘങ്ങൾ കാണപ്പെടുന്നു. നെക്സ്റ്റ് കുമുലസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലുള്ള ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലെയുള്ള ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങളാണ് എന്ത്? നിംബസ് മേഘങ്ങൾ. അതുപോലെ ക്യുമുലസ് മേഘങ്ങൾ പറഞ്ഞത് മാറിയതാണ്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലുള്ള ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. നെക്സ്റ്റ് വരുന്നത് നിംബസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം അല്ലേ. നോക്കൂ, താഴെ പറയുന്നത് കുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? താഴെ വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ അല്ലേ. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ അതെന്താണ്? ക്യുമുലസ് മേഘങ്ങളല്ലേ. അതുപോലെ തന്നെ എന്താണ്? താഴ്ന്ന വിതാനങ്ങൾ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? സ്ട്രാറ്റസ് മേഘങ്ങൾ. കുമുലസ് മേഘത്തിൻ്റെ പ്രത്യേകത എന്താ? ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലെ ലംബദിശയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? ക്യുമുലസ് മേഘങ്ങൾ. ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു എന്ന് കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ പഞ്ഞുകെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. സൂര്യപ്രകാശം കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഏതൊക്കെയാ? താഴ്ന്ന വിതാനത്തിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? സ്ട്രാറ്റസ് മേഘങ്ങൾ. അപ്പോൾ ഇതിൽ ആൻസർ ഏതായിരിക്കും? ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. only 2 അല്ലേ. only 2 ഓപ്ഷൻ സി only 2 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. SCERT ആണ്. SCERT അതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് 2 രീതിയിലുള്ള നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കി വെച്ചും വന്നിട്ട് ഈ ക്ലാസ് ആൻസർ ചെയ്യാം.
അപ്പോൾ ഉപഗ്രഹ വിദൂര സംവേദനം, അതായത് കൃത്രിമ ഉപഗ്രഹങ്ങളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം അല്ലേ. കൃത്രിമ ഉപഗ്രഹങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. നെക്സ്റ്റ് സൗരസ്ഥിത ഉപഗ്രഹങ്ങൾ. അപ്പം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിത ഉപഗ്രഹങ്ങളെന്നും രണ്ടായിട്ട് നമുക്ക് കൃത്രിമ ഉപഗ്രഹങ്ങളെ തരംതിരിക്കാം. അങ്ങനെയെങ്കിൽ അത് നമുക്ക് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ കുറിച്ച് ആദ്യം നോക്കാം. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്നതാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമി ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആര് സഞ്ചരിക്കും? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കും. ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം എന്ന് ചോദിച്ചാൽ 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. എത്രയാണ്? 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. പഠിച്ചു വെച്ചോളുക. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഭൂമിയുടെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ SCERTൻ്റെ അതേ ഭാഗം എടുത്തിട്ടാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇത് എന്താ പറയുക, ഒട്ടും തന്നെ മറക്കാണ്ട് എല്ലാ പോയിന്റ്സും പഠിച്ചു വെച്ചോളാം. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അതായത് ഭൂമി ഭ്രമണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഉപഗ്രഹങ്ങളും ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കും. ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിൽ. ഭൂമിയുടെ എത്ര ഭാഗമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ 1/3 ഭാഗമാണ് നമ്മുടെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നത്. 1/3 ഭാഗമാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തതായിട്ട് വരുന്നത് അപ്പോൾ എന്താ പറയുക, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നമ്മൾ നന്നായിട്ട് നോക്കി വയ്ക്കുക. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിത ഉപഗ്രഹങ്ങളെന്നും നമുക്ക് രണ്ടായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് അത് ഭൂമിയുടെ ഭ്രമണത്തിന് അനുസരിച്ച് കറങ്ങുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അതുപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിൻറ്റ്സൊക്കെ. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുവാനും പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാട്ടോ. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. അപ്പം പോയിന്റ് ഒന്നും കൂടെ നോക്കാം. ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു. ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്നതും ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. അതുപോലെ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുവാനും പ്രയോജനപ്പെടുന്നതും ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് എന്ത്? വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. മറന്നു പോണ്ട, വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുവാനും. ഇന്ത്യയുടെ ഇൻസാറ്റ് ഏത് തരം ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക്. ഇന്ത്യയുടെ ഇൻസാറ്റ് ഏത് തരം ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? ഇൻസാറ്റ് അല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് സൗരസ്ഥിത ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിത ഉപഗ്രഹങ്ങൾ സഞ്ചാരപഥം എന്ന് ചോദിച്ചാൽ 900 കിലോമീറ്റർ. 900 ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിത ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ പഠിച്ചപ്പം പറഞ്ഞു
36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. സൗരസ്ഥിത ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് 900 കിലോമീറ്ററാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കുള്ളത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് മൂന്നിലൊരു ഭാഗം നമുക്ക് പറഞ്ഞിട്ടുണ്ട് നിരീക്ഷണ പരിധിയിലുണ്ടെന്ന്. പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ആർക്കുള്ളത്? സൗരസ്ഥിത ഉപഗ്രഹങ്ങൾക്കുള്ളത്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് സൗരസ്ഥിത ഉപഗ്രഹങ്ങളാണ്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് സൗരസ്ഥിത ഉപഗ്രഹങ്ങളാണ്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് സൗരസ്ഥിത ഉപഗ്രഹങ്ങളാണ്. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നത് സൗരസ്ഥിത ഉപഗ്രഹങ്ങളാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് IRSഉം ലാൻഡ്സാറ്റും. IRS, ലാൻഡ്സാറ്റ് ഇതാണ് സൗരസ്ഥിത ഉപഗ്രഹത്തിന് ഉദാഹരണമായിട്ട് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ പഠിച്ചു, സൗരസ്ഥിത ഉപഗ്രഹങ്ങളും പഠിച്ചു അല്ലേ. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുവാനാണ് ഭൂസ്ഥിര ഉപയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. എന്നാൽ ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചിട്ടുള്ള വിവരശേഖരണത്തിന് സഹായിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ സൗരസ്ഥിത ഉപഗ്രഹങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ശരിയാണ്, നമ്മൾ പഠിച്ചു. ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, 900 കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിത ഉപഗ്രഹങ്ങൾ എന്ന് പഠിച്ചു. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. ഇത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സൗരസ്ഥിത ഉപഗ്രഹങ്ങളാണ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നിവയുടെ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നത് സൗരസ്ഥിത ഉപഗ്രഹങ്ങളാണ്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും 900 കിലോമീറ്റർ ഉയരത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തിൻ്റെ പ്രത്യേകതയാ? സൗരസ്ഥിത ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരം. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്നു അല്ലേ. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് അല്ലേ. ആവർത്തിച്ചുള്ള വിവരശേഖരണമാണെങ്കിൽ എന്താണ്? സൗരസ്ഥിത ഉപഗ്രഹങ്ങളാണ്. പക്ഷേ വാർത്താവിനിമയത്തിന് ഇതേപോലെ തന്നെ നമ്മൾ പോയിന്റ് പഠിച്ചു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഭ്രമണത്തിനനുസരിച്ച് കറങ്ങുന്നത്, ധ്രുവപ്രദേശത്തെ ചുറ്റി കറങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കണം. നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ PDF ആവശ്യമുള്ളവർക്ക് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.